സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയായിരുന്ന പഴയ ഏറനാടൻ മണ്ണിന്റെ രാഷ്ട്രീയാർജവുമാണ് എ വിജയരാഘവൻ. വിദ്യാഭ്യാസം പോലും തടസ്സപ്പെട്ടു പോയേക്കാവുന്ന ബാല്യകാല ദാരിദ്ര്യത്തെ വിജയരാഘവൻ മറികടന്നത് അസാധാരണമായ ഇച്ഛാശക്തിയോടെയാണ്. ഹോട്ടലുകളിലും ബേക്കറികളിലും പണിയെടുത്ത് പഠിച്ച വിജയരാഘവൻ ബിരുദത്തിന് 1ാം റാങ്ക് നേടിയാണ് ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മകളെയെല്ലാം നിലംപരിശാക്കിയത്. പിന്നീട് കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. ജോലിയും പഠനവും രാഷ്ട്രീയവും ഒരുപോലെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ വിജയരാഘവൻ 1986 SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായത്. 1989 SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് VS വിജയരാഘവനെ അട്ടിമറിച്ച് ഗംഭീര വിജയം നേടി. 1991 മുതൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, 2002 മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, 1998 മുതൽ 2010 വരെ 2 തവണയായി 12 വർഷം എ വിജയരാഘവൻ രാജ്യസഭയിലെ CPIMന്റെ ശബ്ദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 കോഴിക്കോട്ട് നിന്നും 2024 പാലക്കാട് നിന്നും പരാജിതനായി. കർഷക സംഘത്തിന്റെയും കർഷക തൊഴിലാളികളുടെയും അഖിലേന്ത്യാ നേതാവായി രാജ്യത്തെ ഇളക്കിമറിച്ച എണ്ണമറ്റ പ്രക്ഷോഭങ്ങൾക്ക് വിജയരാഘവൻ ചുക്കാൻ പിടിച്ചു. ദീർഘകാലത്ത് ദില്ലി പ്രവർത്തനങ്ങൾക്ക് ശേഷം 1ാം പിണറായി സർക്കാർ കാലത്ത് കേരളത്തിലേക്ക് മടങ്ങിയ വിജയരാഘവൻ 2018 ഇടതുമുന്നണി കൺവീനറായി. 2020 പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറിയും 2022 പോളിറ്റ് ബ്യൂറോ അംഗവുമായി. ആക്ടിംഗ് സെക്രട്ടറിയായും മുന്നണി കൺവീനറായുമുള്ള ഇരട്ട ദൗത്യത്തിലൂടെ പൊതു തെരഞ്ഞെടുപ്പുകളിലെയും ഇരട്ട വിജയങ്ങളുടെ ആസൂത്രകനായി. ജോസ് കെ മാണി വിഭാഗത്തിന്റെയും LJDയുടെയും മുന്നണി പ്രവേശനത്തിന് പിന്നിലും വിജയരാഘവന്റെ വിജയവൈഭവമുണ്ട്. എവിടെയും പച്ചയായൊരു മലപ്പുറംകാരനായി വിജയരാഘവൻ എതിരാളികൾക്ക് പോലും സമ്മതനായി. ഏത് സങ്കീർണമായ സിദ്ധാന്തങ്ങളായാലും നിലപാടുകളായാലും നാട്ടുഭാഷയിൽ ഇഴകീറിയുള്ള വിജയരാഘവന്റെ പ്രസംഗങ്ങൾ ഇന്നും പാർട്ടിയെ നയിക്കുന്ന മൈതാനങ്ങളുടെ ആവേശമാണ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.